വെള്ളറടയിൽ മകൻ അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തിയതിന് ദുർമന്ത്രവുമായി ബന്ധമുണ്ടോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. പ്രതി പ്രജിൻ ജോസിന്റെ മുറിയിൽ നിന്ന് തലമുടിയും മാരകായുധങ്ങളും ഉൾപ്പെടെ കണ്ടെത്തിയത് ദുർമന്ത്രവാദത്തിന്റെ ഭാഗമാണോ എന്നാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. മകന്റെ സ്വഭാവത്തിലെ മാറ്റം ഭയന്നാണ് താനും ഭർത്താവും കഴിഞ്ഞിരുന്നതെന്ന് അമ്മ സുഷമ കുമാരി കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. ഇതിന്റെ പിന്നാലെയാണ് പോലീസ് ദുർമന്ത്രവാദവുമായി ബന്ധപ്പെട്ട ഈ കേസിന്റെ അന്വേഷണം നീങ്ങുന്നത്. കേസിൽ ഈ ബ്ലാക്ക് മാജിക് സംഘങ്ങളിലേക്കും അന്വേഷണം നീങ്ങുന്നുണ്ട്. വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ഇതിനു മുൻപ് നമുക്കറിയാം, ഒരു 7-8 വർഷം മുൻപ് 2017 തിരുവനന്തപുരം നന്ദൻകോട്ടെ കൂട്ടക്കൊലപാതകം, അതിപ്പോഴും മലയാളികൾ മറന്നിട്ടില്ല. അതിന്റെ നടുക്കം നമ്മളെ വിട്ടുമാറിയിട്ടില്ല. കേഡൽ ജീൻസൺ രാജ എന്ന യുവാവ് സ്വന്തം മാതാപിതാക്കളെയും സഹോദരിയും ഉൾപ്പെടെ 4 പേരെ ക്രൂരമായി കൊലപ്പെടുത്തി ചുട്ടരിച്ച സംഭവം. അതിനുശേഷം ഈ കഴിഞ്ഞ വർഷമാണ് കോട്ടയം മീനടം സ്വദേശിയായ യുവാവ് ഭാര്യയും സുഹൃത്തിനെയും ഈ ബ്ലാക്ക് മാജിക്കിന്റെ ഭാഗമായി അരുണാചൽ പ്രദേശ് വെച്ച് കൊലപ്പെടുത്തിയ സംഭവമൊക്കെ നമ്മൾ കേട്ടത്, മലയാളികൾ ഏറെ ചർച്ച ചെയ്തത്. ഈ യുവാക്കൾ പ്രത്യേകിച്ചും ഈ വിശ്വാസം, ഈ സമീപകാലത്ത് യുവാക്കൾക്കിടയിൽ ദൈവവിശ്വാസമൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ അവിടെ ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങളിലേക്ക് യുവാക്കൾ മാറുന്നു. അത് ഉറ്റവരെ പോലും കൊലപ്പെടുത്തുന്ന രീതിയിലേക്ക്, പൈശാചികമായ പ്രവർത്തനങ്ങളിലേക്ക് അവർ ഏർപ്പെടുന്നു. ഈ സംഭവം, ഈ പ്രജിൻ ജോസ് സ്വന്തം പിതാവ് ജോസിനെ കൊലപ്പെടുത്തിയത് ബ്ലാക്ക് മാജിക് തന്നെയാണെന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ടോ, സ്ഥിരീകരിക്കുന്നുണ്ടോ ഡാൻ? ബ്ലാക്ക് മാജിക് ആണ് ഈ പ്രജിൻ ജോസ് അച്ഛനെ കൊലപ്പെടുത്താനുണ്ടായ കാരണം ബ്ലാക്ക് മാജിക് ആണെന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. പക്ഷേ അത് തന്നെ ആകാമെന്ന് ഏറെക്കുറെ സംശയം ബലപ്പെടുത്തുന്ന തരത്തിലുള്ള സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം ഈ വെള്ളറടയിലുള്ള പ്രജിൻ ജോസിന്റെ വീട്ടിൽ പരിശോധന നടത്തിയ വെള്ളറട പോലീസ് സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞത്. അതായത് ഈ വീട്ടിൽ 2ാം നിലയിലായിരുന്നു പ്രജിൻ ജോസ് കഴിഞ്ഞിരുന്നത്. ആ പ്രജിൻ ജോസിന്റെ മുറിയിലേക്ക് മാതാപിതാക്കളെന്നല്ല മറ്റാരെയും പ്രവേശിക്കാൻ ഇയാൾ അനുവദിച്ചിരുന്നില്ല. ചൈനയിലെ വുഹാനിൽ മെഡിക്കൽ പഠനവുമായി ബന്ധപ്പെട്ട് പഠനം തുടരുന്നതിനിടയിൽ കോവിഡ് മഹാമാരിയെ തുടർന്ന് പഠനം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് മടങ്ങി വന്ന സാഹചര്യത്തിലാണ് പ്രജിൻ ജോസിന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. ഇവിടെ വന്നതിന് ശേഷം അന്തർമുഖനായ ഒരു രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അതിനുശേഷം സിനിമ പഠിക്കണമെന്ന പേരിൽ കൊച്ചിയിലേക്ക് പോകുന്നു. അതിനുവേണ്ടി ഒരു വലിയ തുക കുടുംബാംഗങ്ങളിൽ നിന്ന് കൈപ്പറ്റുന്നു. ആ പണം നൽകി സിനിമ പഠിക്കാനായി ഏറെ പ്രതീക്ഷയോടെ പ്രജിനെ, ഏക മകനെ ജോസും ഭാര്യയും ചേർന്ന് എറണാകുളത്തേക്ക് പറഞ്ഞയക്കുന്നു. പക്ഷേ മടങ്ങി വന്ന പ്രജിൻ ജോസ് വളരെ അപരിചിതത്വം നിറഞ്ഞ, ദുരൂഹമായ, നിഗൂഢതകൾ നിറഞ്ഞ, വളരെ വിചിത്രമായ സ്വഭാവങ്ങളാണ് മാതാപിതാക്കൾക്ക് മുമ്പിൽ കാണിച്ചുകൊണ്ടിരുന്നത്. ഏതെങ്കിലും ഒരു പ്രവൃത്തിയെ ചോദ്യം ചെയ്യാൻ ശ്രമിച്ചാൽ അമ്മയെ അച്ഛന്റെ മുമ്പിലിട്ട് ക്രൂരമായി മർദ്ദിക്കുന്ന സാഹചര്യം. ഈ കാര്യം പുറത്താരോടെങ്കിലും പറയാൻ ശ്രമിച്ചാൽ അച്ഛൻ ജോസിന് നേരെയും മർദ്ദനം എടുക്കുന്ന സാഹചര്യം. ഇങ്ങനെ ഭീതിജനകമായ ഒരു സാഹചര്യമായിരുന്നു വെള്ളറടയിലെ കുടുംബത്തിൽ നിലനിന്നിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് സമൂഹവുമായി, അവർ ഉൾപ്പെട്ടു നിന്ന വിശ്വാസ സമൂഹവുമായും ബന്ധുക്കളുമായൊക്കെ വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ജോസും ഭാര്യയും ഈ കാര്യങ്ങളൊന്നും പുറത്താരോടും പറയാൻ പോലും മടിച്ചിരുന്നത്. മകനെ അങ്ങനെ ഒരു പേരുദോഷം കേൾക്കാൻ അവർ ആഗ്രഹിക്കാതിരുന്നത് കൊണ്ട് തന്നെയാണ്. അവൻ തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷയിലായിരുന്നു കുടുംബം. അതിനിടയിലാണ് കഴിഞ്ഞ ആഴ്ചയിൽ തന്റെ സ്വൈര്യ ജീവിതത്തിന് തടസ്സം നിൽക്കുകയാണ് പിതാവെന്ന് പറഞ്ഞ് അതിക്രൂരമായി ഈ പിതാവ് ജോസിനെ, 70-കാരനായ ജോസിനെ വെട്ടി കൊലപ്പെടുത്തുന്ന തരത്തിലേക്ക് ഈ പ്രജിൻ ജോസിന്റെ പ്രവൃത്തികൾ നീങ്ങിയത്. ഈ സംഭവം ഉണ്ടാകുന്നതിന് 2 ദിവസം മുമ്പ് പ്രജിൻ തന്റെ സ്മാർട്ട് ഫോൺ കുടുംബാംഗങ്ങൾക്ക് കൈമാറിയിരുന്നു. ഇനി അത് തനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞാണ് ഈ ഫോൺ കൈമാറിയത്. ആ ഫോൺ ഫോർമാറ്റ് ചെയ്ത നിലയിലായിരുന്നു മാതാപിതാക്കളുടെ കൈവശം ഇയാൾ നൽകിയത്. ഇതിനോട് ചേർന്ന് 2 ദിവസം മുമ്പ്, അതായത് ഈ കൊലപാതകം നടക്കുന്നതിന് 2 ദിവസം മുമ്പ് പ്രജിൻ തന്റെ ശരീരത്തിലെ മുഴുവൻ രോമങ്ങളും, തലമുടി മുതൽ താഴെ വരെ രോമങ്ങൾ മുഴുവൻ വടിച്ച് അത് മുഴുവൻ മുറിക്കുള്ളിൽ കൂട്ടിയിട്ടിക്കുന്ന നിലയിലായിരുന്നു കണ്ടെത്തിയത്. പിന്നീട് സംശയം തോന്നിയ അമ്മ തന്നെയാണ് ഈ കൊലപാതകത്തിന് ശേഷം അന്വേഷണ സംഘത്തോട് എന്റെ മുറി വിശദമായി പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. അങ്ങനെ മുറി പരിശോധിക്കുന്നതിനിടയിലാണ് ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകൾ മുറിക്കുള്ളിൽ നിന്ന് അന്വേഷണ സംഘം കണ്ടെത്തുന്നത്. അതായത് മുറിയുടെ ഒരു വശത്ത് ബാർബർ ഷോപ്പിൻ്റെതിന് സമാനമായ തരത്തിൽ മുടി കൂട്ടിയിട്ടിരിക്കുന്നു, മറ്റൊരു വശത്ത് മണ്ണുകൊണ്ടുള്ള ബിംബങ്ങൾ, അതോടൊപ്പം അങ്ങനെ കണ്ട് പരിചയമില്ലാത്ത തരത്തിലുള്ള ചില സർജിക്കൽ ബ്ലേഡിന്
സമാനമായിട്ടുള്ള തരത്തിൽ ചില ആയുധങ്ങൾ, അതോടൊപ്പം കയറുകൊണ്ട്